നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സും ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് നെറ്റ്ഫ്ലിക്സും പ്രൈമും ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും യൂസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് മലയാളം മൂവീസിൻ്റെ റീച്ചും കൂടുന്നത്. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ഒക്കെ പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിലൊക്കെ ഒരു പാൻ ഇന്ത്യൻ ആയിട്ട് അറിയപ്പെടാനൊക്കെ തുടങ്ങുന്നത് ഈ ഒരു ഇതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ വിട്ടും ഇൻ്റർനാഷണൽ അപ്പീലൊക്കെ വന്നപ്പോൾ ഒരു മൂവി പ്രൊഡക്ഷൻ്റെ കോസ്റ്റും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ടാവില്ലേ? പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. അത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു എന്നുള്ളത് ഒരിക്കലും ജനങ്ങളെ സിനിമയെ വേർതിരിക്കാൻ ഫാക്ടർ ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം മാസ് പടങ്ങൾക്ക് ചിലപ്പം ആൾക്കാർ കൂടുതൽ വരുമായിരിക്കാം. കൂടുതൽ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള പടമാണ്, അല്ലെങ്കിൽ കൂടുതൽ വലിയ ക്യാൻവാസിൽ ചെയ്തിട്ടുള്ള പടങ്ങളാണെന്ന് വരുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഇനീഷ്യൽ വരുമായിരിക്കാം. പക്ഷേ ആ പടത്തിൻ്റെ സക്സസിനെ ഒരിക്കലും അതൊരു ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.